വചനചിന്തയ്ക്കായിട്ട് ലൂക്കോസ് 22:31-32 വാക്യം വായിക്കാം. ലൂക്കോസ് 22:31-32. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനും നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ദൈവമക്കളെ, യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. പത്രോസിൻ്റെ പഴയ പേരാ ശിമോൻ. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ ശിമോൻ പത്രോസ്. മീൻപിടുത്തക്കാരനായ ഇദ്ദേഹത്തെ യേശു തൻ്റെ ശിഷ്യനായിട്ട് വിളിച്ചു വേർതിരിച്ചതാണ്. പത്രോസിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ഇതിനകത്ത് ഈ വചനത്തിൽ കൂടെ ഒക്കെ നോക്കിയാൽ മനസ്സിലാകും. ഇദ്ദേഹം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്, ധൈര്യമുള്ളവനാണ്, എന്നാൽ എടുത്തിയാട്ടക്കാരനാണ്, അല്പവിശ്വാസിയാണ്. അതുപോലെ തന്നെ യേശുവിനെ ക്രിസ്തു എന്ന് ആദ്യം ഏറ്റു പറഞ്ഞത് ഈ ശിമോൻ പത്രോസാണ്. അതുപോലെ യൂദായുടെ നേതൃത്വത്തിൽ പട്ടാളത്തെയും പുരോഹിതന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ആ മഹാപുരോഹിതൻ്റെ കാത് ശിമോൻ പത്രോസ് തനിക്കുള്ള വാളുകൊണ്ട് വെട്ടിയതായിട്ട് യോഹന്നാന് 18 പറയുന്നുണ്ട്. മാത്രമല്ല, യേശു വെള്ളത്തിൽ കൂടെ നടന്നപ്പോൾ ഞാനും അങ്ങയുടെ അടുക്കലേക്ക് വരാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. അത് മത്തായി 14 കാണാം. അതുപോലെ തന്നെ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോയപ്പം പേടിച്ചിട്ട് യേശുവിനെ അറിയില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് ഈ പത്രോസാണ്. ദൈവമക്കളെ, ദൈവം എല്ലാവരെയും നന്നായിട്ട് അറിയുന്നു. നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്. പല പ്രതിസന്ധികളിൽ കൂടി, പരീക്ഷണങ്ങളിൽ കൂടി ഈ പത്രോസ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ട് വരും. നാം ആ പ്രതിസന്ധികളിൽ, പ്രതികൂലത്തിൽ എങ്ങനെ നിൽക്കുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാവോന്നറിയില്ല, കൃഷി ചെയ്യുന്നവർ നെല്ലും ഗോതമ്പും ഒക്കെ പതിര് വേർതിരിക്കാൻ വേണ്ടിയിട്ട് പാറ്റിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കഠിനമായ ശോധനകൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, വെല്ലുവിളികൾ, തകർത്ത് തരിപ്പണമാകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരാം. നമ്മൾ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കും. പ്രതികൂലം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ പതുക്കെ നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. അതുപോലെ ഭവനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ നാവിൽ വരും. അത് ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം. പലപ്പോഴും ദൈവമക്കളെ, കർത്താവ് അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ശത്രു നമ്മളെ എപ്പോഴേ അവൻ്റെ പൂണിയിലാക്കിയതിനെന്നറിയാമോ? കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ്. ദൈവത്തിന് പത്രോസിനെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കുറിവാക്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് ആ വചനത്തിൽ കാണാം. അതുപോലെ മത്തായി 16:18 വായിക്കുന്നുണ്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലായിരുന്നു. പിന്നെ ഒരു വലിയ അധികാരത്തിൻ്റെ ശുശ്രൂഷ പത്രോസിന് യേശുപ്പച്ചൻ കൊടുത്തേക്കുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്ന ആ വചനം വായിച്ചാൽ, മത്തായി 16:18 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ പിശാചിന് ദൈവം വേർതിരിച്ചവരെ, ദൈവം കണ്ടേക്കുന്നവരെ തൊടാൻ പറ്റത്തില്ല. നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് നമ്മെ കൂടെ ചിലത് ചെയ്തെടുക്കാനായിട്ട് പല പദ്ധതികളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട്, പിശാചി എന്ന് പറയുന്നുണ്ട്, നീ അവന് വേലി കെട്ടി സൂക്ഷിച്ചോണ്ടാണ് അവനിങ്ങനെ നിൽക്കുന്നതെന്ന്, അവൻ്റെ പ്രതികൂലത്തിൽ. പക്ഷെ ഈ ഇയ്യോബിനോട് കർത്താവ് പറഞ്ഞില്ലല്ലോ നിന്റെ വിശ്വാസം കുറവാണെന്ന്. അത് അനുവദിച്ചു കൊടുത്തു. അത് ദൈവത്തിനറിയാം. ഇയ്യോബിനെ അറിയാം, പത്രോസിനെ അറിയാം, എന്നെയും അറിയാം, നമ്മെ ഓരോരുത്തരെയും കർത്താവിനെ അറിയാം. എന്നാൽ ദൈവ പൈതലിൻ്റെ ദർശനം നഷ്ടപ്പെടുത്താൻ ദൈവമക്കളെ പിശാച് ശ്രമിക്കും. അപ്പം ക്രിസ്തു യേശുവിൽ കൂടി ദൈവശക്തി പ്രാപിക്കണം. അകൃത്യത്തിൽ ജീവിക്കുന്നവരും വക്രതയിൽ ജീവിക്കുന്നവരും ദൈവശക്തി പ്രാപിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. സഭാപ്രസംഗി 8 പറയുന്നുണ്ട്, ദൈവവചനം അനുഷ്ഠിക്കുന്നവർ അവരുടെ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒന്നിലും പോകരുതെന്ന്. നമ്മൾ വേർപാട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
നാം നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. അങ്ങനെ നമ്മൾ ഈ സങ്കീർത്തനം 3 തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ പത്രോസിന് കൊടുത്തതുപോലെ ചില അധികാരത്തിൻ്റെ ശുശ്രൂഷ നമ്മയും കർത്താവ് ഏൽപ്പിക്കും. ആയതിനാൽ മടങ്ങി വരിക ദൈവമക്കളെ. എവിടെയാണ് നമുക്ക് വീഴ്ച വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ വരവടുത്തു. ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവർക്കും കൃപ തരട്ടെ. നമ്മെ കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തെടുക്കാൻ അതിനും കർത്താവ് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.